ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും മേരി ജാനറ്റ്സും അതേപോലെ തന്നെ ബേബിക്കുട്ടി ബ്രദറുമാണ്. തങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ 2 തലമുറകളെയും ദൈവം മാനിക്കേണ്ടതിനായിട്ട്, അവരുടെ വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് മൂത്ത മകൻ ജോസിനും തൻ്റെ വൈഫ് ജീനയ്ക്കുമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തൻ്റെ മൂത്ത മകനും കുടുംബവും യേശുവിനെ അധികമായി അറിയുകയും അവർ വിശ്വാസത്തിൽ വരേണ്ടതിനായിട്ട് പ്രിയ ജാനസസ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ തൻ്റെ മരുമകൾ ഇപ്പോൾ അയർലൻഡിലായിരിക്കുന്നു. ഇവർക്ക് കുടുംബമായി അയർലൻഡിൽ എത്തുവാനുള്ള വഴികൾ തുറക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ 2ാമത്തെ മകൻ ജോയ് ബ്രദറിനായിട്ടും അതേപോലെ തൻ്റെ വൈഫ് ലുവിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. പ്രത്യേകിച്ച് മൂത്ത മകൻ ജോസിനായിട്ടും അവരുടെ കുടുംബത്തിനായിട്ട് 2 മക്കളുണ്ട്, അവർക്കായി പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ 2ാമത്തെ മകൻ ജോയ് ബ്രദറിന് ഒരു മകനാണുള്ളത്, ആ മകന് വേണ്ടി, അതേപോലെ വൈഫ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. കർത്താവ് കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട്, ജോയ് ബ്രദറിൻ്റെ കുടുംബത്തിൽ നിൽക്കുന്ന സാമ്പത്തിക ഭാരങ്ങൾ മുഴുവൻ മാറിയിട്ട് അവരെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ ജോസ് ബ്രദറിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് അറിയാം ഇവർക്ക് അയർലൻഡിൽ ഇവരെ മുമ്പോട്ട് നടത്തേണ്ടതിനായിട്ട് ഏത് വിഷയത്തിനകത്താണ് ഇവർ ഭാരപ്പെടുന്നത്, അയർലൻഡിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ, ഇവർക്ക് കുടുംബമായി ആ ദേശത്തിൽ സെറ്റിലാകാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജാനറ്റ് സിസ്റ്ററിനെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. വലിയ ദൈവപ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ജാനറ്റ് സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു, ബേബിക്കുട്ടി ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരെ അനുഗ്രഹിക്കണേ, ഇവരെ മാനിക്കണം. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകമായി പ്രിയ സിസ്റ്ററിന്റെ മൂത്ത മകന് കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോസ് ബ്രദറിനായിട്ട് ജീനസിനായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കായി കർത്താവെ, ഇവരെ അയർലൻഡിൽ ഉറപ്പിക്കണമേ. അതിന് വിരോധമായി ചലിക്കുന്ന എല്ലാ എതിരുകളും ഇപ്പോൾ ക്യാൻസലാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. ഒരു അത്ഭുതം സംഭവിക്കണം. കർത്താവെ, ആ ദേശത്തിലേക്ക് വലിയ വഴി ഇവർക്ക് തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇവർ ദൈവത്തെ അറിയണമേ അപ്പ. ഇവർ ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതരാകണം. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. ഇളയ മകൻ ജോയ് ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ കടഭാരവും മാറി അവർക്ക് സാമ്പത്തിക വഴികൾ തുറക്കണം. പ്രത്യേകിച്ച് തൻ്റെ വൈഫിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കണം. കർത്താവെ, അത്ഭുതകരമായി ഇവർ മുമ്പോട്ട് പോകണം. യേശുവെ, ഞാൻ ഈ കുടുംബത്തെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതൊരു സാക്ഷ്യമായി മാറണം അപ്പ. ഇതൊരു അത്ഭുതമായി മാറണം. ദൈവത്തിൻ്റെ പ്രവൃത്തി ജാനറ്റ്സ് കാണണം. ഇന്ന് ഈ കുടുംബത്തിനകത്ത് വലിയ സമാധാനം, വലിയ സന്തോഷം വെളിപ്പെടണം. യേശുവെ, ഞാൻ ഒരിക്കൽ കൂടെ കടക്കാരനല്ലാത്ത കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇതിനകത്ത് അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി നന്ദി പറയും. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്ന, രൂപാന്തരം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും അസാധാരണമായ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം പാറയെ തകർക്കുന്ന ചുറ്റികലാണ് ദൈവത്തിൻ്റെ വചനം. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവത്തിൻ്റെ വചനം ഒരാൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ തടസ്സം മാറുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ വേഗത വർദ്ധിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ 1 സങ്കീർത്തനം വ്യക്തമായി പറയുന്നു, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയ സീസണുകൾ വെളിപ്പെടുകയാണ്. നിങ്ങൾ ഫലമുള്ളവരായി തീരുകയാണ്. അടുത്ത പദം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സങ്ങൾ മാറുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേളിൽ വെളിപ്പെടുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം
1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തെ അതേപോലെ വിശ്വസിക്കുകയും വചനത്തെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തും വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുകയാണ്, ഈ പ്രവചന ശബ്ദം കേൾക്കുകയും ഇത് വായിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, ഈ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പലതും നീക്കാനും മാറ്റാനും കഴിയത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത ഒരു വെളിപ്പാടായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എബ്രായ ലേഖനക്കാരൻ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഏത് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. എന്നെ കേൾക്കുന്നവരെ, എക്സ്റേ രശ്മികൾക്ക് കാണാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വചനത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയും. ഒന്നുകൂടെ ഒരു വെളിപ്പാട് പറയാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസിലൂടെ ദൈവാത്മാവ് നമ്മോട് വ്യക്തമായി വെളിപ്പെടുത്തുന്നത് സർവായുധ വർഗം ധരിക്കുക എന്നുള്ളതാണ്. സർവായുധ വർഗത്തിൽ 4 കാര്യങ്ങൾ ശരീരത്തിൽ മുറുക്കുന്നതാണ്, അല്ലെങ്കിൽ ഉറപ്പിക്കുന്നതാണ്. എന്നാൽ 2 കാര്യങ്ങൾ ആക്റ്റീവാണ്. വിശ്വാസം എന്ന പരിചയവും വചനം എന്ന വാളും എടുക്കുക. വിശ്വാസം നിങ്ങളിൽ ആക്റ്റീവാണെങ്കിൽ, വചനം എന്ന വാള് നിങ്ങളിൽ ആക്റ്റീവാണെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന അനേകരെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിശ്വാസത്തെ വെളിപ്പെടുത്താൻ തയ്യാറാകുക. സങ്കീർത്തനക്കാരൻ പറയാണ്, അവൻ തന്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ അറിവിനകത്ത് പ്രകാശരശ്മിയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം അതിൽ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. പുറപ്പെട്ട വചനം അതിന്റെ കാര്യം തികയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം മുതൽ ആക്റ്റീവാകാൻ തയ്യാറാക്കുക. ദൈവവചനം എന്ന വാള് നിങ്ങളെടുത്ത് നിങ്ങൾ അതിനെ ആക്റ്റീവാക്കുമെങ്കിൽ ചിലതിന് തടസ്സങ്ങളെ നിങ്ങൾ നീക്കുകയാണ്. ചില മേഖലകളിൽ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കുകയാണ്. അസാധാരണമായ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വചനത്തെ പ്രഖ്യാപിക്കുക, വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ നിലയിൽ തന്നെ ഇന്നത്തെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളുകൾ വാഗ്ദത്തം കേട്ട, നാളുകൾ ദൈവശബ്ദം കേട്ട ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഇന്നത്തെ ഈ വചനം നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്നത്തെ ഈ വചന ശബ്ദം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പ്രിയരെ, കുറിവാക്യത്തിലേക്ക് വരികയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇതാ എബ്രായ ലേഖനത്തിലൂടെ ദൈവം നമ്മോട് പറയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞ ദൈവത്തിന് മാറാൻ പറ്റത്തില്ല കേട്ടോ. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം അവനെ ത്യജിക്കാൻ കഴിയത്തില്ലെന്നുള്ളത് ഇതാ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമ്മോട് വ്യക്തമായി ദൈവാത്മാവിലൂടെ പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാനും നിങ്ങളും മുമ്പോട്ട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ പല മേഖലകളിൽ അവിശ്വസ്തരും നിരാശരും ഒക്കെ ആയിത്തീരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. അവൻ നിന്നെ വിളിച്ചു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, തളരരുത്. ഈ യാത്രയിൽ, ഈ മരുഭൂ യാത്രയിൽ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. നിന്റെ മാറയെ മധുരമാക്കുവാൻ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന എരിഹോ മതിലുകൾ നിന്റെ ആരാധനയിൽ വീഴാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞൊരു പദം പറയാം, ആരാധനയിൽ മടുക്കരുത് കേട്ടോ. നിന്നെ അടച്ചിട്ടിരിക്കുന്ന, നിന്നെ ഒതുക്കിയിരിക്കുന്ന കാരാഗ്രഹങ്ങൾ അടുത്ത മണിക്കൂറിൽ പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നീ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി കിണറുകൾ പൊങ്ങി വരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി മറച്ചിട്ടിരിക്കുന്ന ചില നന്മകൾ പൊങ്ങി വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അബ്രഹാമിന്റെ കാലത്ത് ഫെലിസ്തീൻ മൂടിക്കളഞ്ഞ കിണറുകൾ നീ വീണ്ടും കുടിച്ച് ആ നന്മ കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് രഹബോത്തുകളെ തുറക്കാൻ പോകുന്നു. സ്വസ്ഥതയുടെ കാലം, നന്മയുടെ കാലം എൻ്റെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ് എന്നത്രേ, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ.
ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നുപോലും മറന്നു പോകത്തില്ല. ഞാൻ ഒന്നുകൊണ്ടൊന്ന് പറയാം, നൂറുകണക്കിന് വാഗ്ദത്തം കേട്ട പലതും ഇന്നും ചലിക്കാതെ നിൽക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പലരും പറയുന്നു, ഇനി അത് നടക്കുമോ, ഇനി അത് സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് സാഹചര്യങ്ങൾ മുഴുവൻ വിരോധമായി നിൽക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാണ്. എബ്രായ ലേഖനം 6-ന്റെ 10-ാമത്തെ വാക്യം മുതൽ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം മറക്കത്തില്ലെന്നുള്ളത് ആദ്യം തന്നെ ഹൃദയത്തിൽ കയറണം. നിങ്ങളും ഞാനും ഉറക്കമൊഴിഞ്ഞതും കഷ്ടപ്പെട്ടതും ഒന്നും എൻ്റെ കർത്താവ് മറക്കത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്ത ചിലവരെന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് സകലതും വിരോധമായി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നാൽ വാഗ്ദത്തം പറഞ്ഞവൻ മാറത്തില്ല. ആ പ്രോസസ്സിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ദാവീദിനെ നിങ്ങൾക്കറിയാമല്ലോ. ദാവീദ് 14-ാമത്തെ വയസ്സ് വരെയും കാട്ടിലായിരുന്നു. തൻ്റെ അപ്പൻ്റെ ആടുകളുമായിട്ട് ആ കൊടുങ്കാട്ടിൽ ദൈവത്തെ ഒറ്റയ്ക്ക് ആരാധിച്ചവൻ, രഹസ്യത്തിൽ ആരാധിച്ചവനാണ്. പക്ഷെ 14-ാമത്തെ വയസ്സിൽ ദൈവം പരസ്യമായി ആളെ അയച്ചുകൊണ്ട് തൻ്റെ അപ്പൻ്റെ മുമ്പിൽ തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്യുകയാണ്. എന്താ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇസ്രയേലിന്റെ അടുത്ത രാജാവാകാനുള്ള അഭിഷേകമാണത്. ആ അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വാഗ്ദത്തം കേട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറക്കുന്ന ഇല്ല. 14-ാമത്തെ വയസ്സ് മുതൽ നീണ്ട 16 വർഷം എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെയും ദാവീദ് ആ വാഗ്ദത്തത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു. ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കയറിപ്പോകേണ്ടി വന്നു. ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് വരികയാണ്. ഗോലിയാത്തിനെ ജയിച്ചു കഴിഞ്ഞതോടെ ഇതാ ശൗലിന്റെ മകളെ വിവാഹം കഴിക്കുകയാണ്. പിന്നെ അമ്മായിയപ്പൻ അല്ലെങ്കിൽ ശൗല് തനിക്ക് വിരോധമായി പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ട ദാവീദ് അവിടെ നല്ല വാഗ്ദത്ത പ്രകാരം രക്ഷപ്പെടുകയും നീണ്ട 16 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഹല്ലേലൂയ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. 14-ാമത്തെ വയസ്സ് മുതൽ ഇസ്രായേലിന്റെ അടുത്ത രാജാവ് എന്നുള്ളതാണ്. നീണ്ട 16 വർഷം അതിനുവേണ്ടി പോരാടുകയും അതിനുവേണ്ടി വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്തു. എതിരുകളില്ലാഞ്ഞിട്ടല്ല, എതിരുകൾ നിരവധി വന്നു. ഹല്ലേലൂയ. തൻ്റെ അപ്പൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം വന്നു, ഒരു കരടി വന്നതായി കാണുന്നു. അവയെല്ലാം കീറിക്കളഞ്ഞുകൊണ്ട് തൻ്റെ വാഗ്ദത്തത്തിലേക്ക് താൻ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എതിരുകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, നിങ്ങൾ വാഗ്ദത്തത്തിന് അടുക്കുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസെഫ് എന്ന് പറയുന്നു, ഹല്ലേലൂയ, യാക്കോബിന്റെ ഇഷ്ടപുത്രനെ നമുക്ക് കാണാൻ പറ്റും. 17-ാമത്തെ വയസ്സിൽ താൻ ഒരു സ്വപ്നം കാണുകയാണ്. 11 കറ്റകൾ വീണ് കിടന്ന് തൻ്റെ കറ്റയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. കാരണം കറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കതിരുകൾ വെട്ടി ഹല്ലേലൂയ ചുറ്റിയെടുക്കുന്നതിനെയാണ് കറ്റ എന്ന് പറയുന്നത്. വെട്ടിയ കറ്റ ഒരിക്കലും നിവർന്നു നിൽക്കത്തില്ല, എല്ലാം വീണ് കിടക്കത്തേ ഉള്ളൂ. പക്ഷേ വാഗ്ദത്തമുള്ളവൻ ഏതോ സമയത്ത് നിവർന്നു നിൽക്കും. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സാഹചര്യം ഇല്ലെങ്കിലും നിങ്ങൾ നിവരാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവരെ, 17-ാമത്തെ വയസ്സിൽ യാക്കോബ് ഹല്ലേലൂയ ഇടയനായിരുന്നു എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ ആടുകളെ മേയ്ക്കുന്ന കുടിലിൽ കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കൂടാരത്തിൽ കിടന്നുകൊണ്ടാണ് യോസെഫ് സ്വപ്നം കാണുന്നത്. യോസെഫ് സ്വപ്നം കാണുന്നത് തൻ്റെ കറ്റയെ 11 കറ്റകൾ നമസ്കരിക്കും എന്നുള്ളത്. കുടിലിൽ കിടന്ന് അല്ലെങ്കിൽ ആ കൂടാരത്തിൽ കിടന്നുകൊണ്ട് സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുന്ന എവിടാന്ന് ചോദിച്ചാൽ കൊട്ടാരത്തിലാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഇതിൻ്റെ ഇടയിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ ഇതാ യോസെഫ് കടന്നു പോവുകയാണ്. നീണ്ട മാസങ്ങൾ, നീണ്ട വർഷങ്ങൾ. ആ പ്രോസസ്സുകൾ മുഴുവൻ തൻ്റെ സ്വപ്നത്തിന് വിരോധമായിട്ടാണ് ചലിക്കുന്നത്. സഹോദരന്മാർ തന്നെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ നിന്ന് ഇതാ അടിമച്ചന്തയിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഇതാ പൊത്തിഫറിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഇതാ ജയിലിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ച സ്വപ്നത്തിന് സകലതും വിരോധമായി ചലിക്കുമ്പോൾ വാക്കു പറഞ്ഞ ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മന്ത്രിപദത്തിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്താൻ, വാഗ്ദത്തത്തിലേക്ക് നടത്താൻ ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ കാണുന്ന തടസ്സങ്ങൾ നിന്റെ വാഗ്ദത്തത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് തിരിച്ചറിയാം. ഒന്നുകൂടെ യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ കരകവിയും. ഹല്ലേലൂയ. കൊയ്ത്തിന്റെ സമയത്ത് യോർദാൻ കരകവിയത്തോളൂ. അറിയാം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ
മുമ്പോട്ട് വിടത്തില്ല. കൊയ്ത്തിന് വേണ്ടി വിടാത്ത നിലയിൽ ചലിക്കുന്ന ചില എതിരുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ എതിരുകളെ ജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവരാണ് വാഗ്ദത്തങ്ങളെ കാണുന്നത്, അവരാണ് ദൈവപ്രവർത്തികളെ കാണുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അഭിഷേകത്തിൽ ഇതിനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അറിയാം, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാന്റെ മേലേക്ക് കാല് വെക്കുമ്പോൾ വെള്ളത്തിന്റെ അടിയൊഴുക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ വെള്ളം നിശ്ചലമായതുപോലെ ആയിത്തീരുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അഭിഷേകം ചലിക്കുമെങ്കിൽ ഈ സമയത്ത് വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. നിന്നോട് പറഞ്ഞ നന്മകൾ നീ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. ഞാൻ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് എബ്രായ ലേഖനം 10-ാമത്തെ വാക്യത്തിനകത്ത് ഞാൻ നിന്നുകൊണ്ടെന്ന് പറയുകയാണ്, എൻ്റെ ദൈവം മറക്കുന്നവനല്ല. നിങ്ങളുടെ പ്രവൃത്തിയെ, നിങ്ങൾ ദൈവത്തെ ശുശ്രൂഷിച്ചതിനും ദൈവദാസന്മാരെ ശുശ്രൂഷിച്ചതിനും അവന്റെ രാജ്യത്തിന് വേണ്ടി നിന്നതൊന്നും എൻ്റെ കർത്താവ് മറക്കത്തില്ലെങ്കിൽ 11-ാമത്തെ വാക്യം 12-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 12-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരും. 11-ാമത്തെ വാക്യത്തിനകത്ത് വലിയൊരാശയമാണ് കൊടുത്തേക്കുന്നത്. അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണം. ജീവിതത്തിനകത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിനകത്ത് വന്ന ശോധനകൾ, എതിരുകളുടെ നടുവിൽ ഒത്തിരി പേര് തണുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വചനം വ്യക്തമായി പറയുന്നു, അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണം. വിശ്വസിക്കുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് ഉത്സാഹം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ മണിക്കൂറുകൾ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. 11-ാമത്തെ വാക്യം, ഉത്സാഹം അറിയാം, തണുത്തു പോകരുതെന്നുള്ളത് ദൈവം വ്യക്തമായി പറയുന്നു. എന്നിട്ട് 12-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. എന്നെ കേൾക്കുന്നവരെ അറിയാം, ദീർഘക്ഷമയോടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരെ അനുകാരികളായിത്തീരുവാനായിട്ട്. 1 ഹല്ലേലൂയ ഉത്സാഹം കാണിച്ചുകൊണ്ട്, 2 വിശ്വാസത്തോടെ, 3 ദീർഘക്ഷമയോടെ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത് കേട്ടോ. 1 നിങ്ങളുടെ ഉത്സാഹം കുറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഹല്ലേലൂയ. മടുത്തുപോയ അനുഭവങ്ങൾ, ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയ്ക്കൊന്നും പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം കടന്നുപോയ സ്റ്റേജുകൾ വലുതാണ്. അതേപോലെ തന്നെ വിശ്വാസം, പഴയതുപോലൊരു വിശ്വാസമില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. അറിയാം, ഈ കേൾക്കുന്ന കേൾവിയാൽ അറിയാം, നിങ്ങൾ അങ്ങനെയൊക്കെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഭക്തന്മാരെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അറിയാം, ഞാൻ ഈ പറഞ്ഞതുപോലെ യോസേഫ് നീണ്ട 13 വർഷങ്ങൾ വിരോധമായ സാഹചര്യങ്ങളിലൂടെ, വാഗ്ദത്തം ഒരിക്കലും ചലിക്കത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ പോയി. ഇതാ കാട്ടിൽ അറിയുക, തൻ്റെ അപ്പൻ്റെ ആടുകളുമായിട്ട് തീരുമെന്ന് അവനെ നോക്കി നിൽക്കുന്നവരെല്ലാം ചിന്തിച്ചെങ്കിലും അതിൻ്റെ നടുവിൽ പരസ്യമായി വിളിച്ച് അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിൻ്റെ ബലത്തിൽ നീണ്ട 16 വർഷം പോരാടേണ്ടി വന്നു. പല സമയത്തും വലിയ എതിരുകൾ താൻ കണ്ടിട്ടുണ്ട്. പക്ഷേ തന്നോട് പറഞ്ഞ വാഗ്ദത്തം ഇതാ, അറിയാം, കാട്ടിൽ കിടന്നവനോട് പറഞ്ഞു, നിന്നെ ഞാൻ പരസ്യമായി രാജാവാക്കുമെന്ന്. ആ വാഗ്ദത്തം ഇതാ തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഞാൻ ഇതിനകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തെ വെളിപ്പെടുത്തുക, നിങ്ങളുടെ ഉത്സാഹത്തെ വെളിപ്പെടുത്തുക, അറിയാം, നിങ്ങളുടെ ദീർഘക്ഷമയെ വെളിപ്പെടുത്തുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭക്തന്മാരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാൽവേഷൻ ആർമിയുടെ ചരിത്രം എന്ന് പറയുന്നത് സ്ഥാപകൻ വില്യം ബൂത്താണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സാൽവേഷൻ ആർമി ഉണർവ് കണ്ട, അല്ലെങ്കിൽ ഉണർവിലേക്ക് ചലിച്ച ഒരു വ്യക്തിത്വമാണ് ശാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2ാമത്തെ തലത്തിൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യൻ. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു പറയാം, വില്യം ബൂത്തിന് ശേഷം ഏറ്റവും അധികം ദൈവത്താൽ പ്രയോജനപ്പെട്ട മനുഷ്യനാണ് ശാമുവൽ ബ്രിങ്കിൾ എന്ന് പറയുന്നത്. ശാമുവൽ ബ്രിങ്കിളിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. താൻ ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ അകത്ത് സാഹചര്യങ്ങളെല്ലാം തനിക്ക് വിരോധമാണെങ്കിലും വലിയ ആഗ്രഹമായിരുന്നു തനിക്ക് എങ്ങനെയെങ്കിലും ദൈവവേല ചെയ്യണമെന്നുള്ളത്. തൻ്റെ അകത്ത് ദൈവത്തോട് വലിയ സ്നേഹമായിരുന്നു. മാറാൻ കഴിയാത്ത സ്നേഹത്താൽ സാഹചര്യങ്ങളെല്ലാം തന്നെ വിരോധമാക്കി നിർത്തിയിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ബൈബിൾ കോളേജിൽ പോകാനോ അതിനനുസരിച്ച് പഠിക്കാനോ ഉള്ള സാഹചര്യം തനിക്കില്ല. കാരണം തൻ്റെ പിതാവെന്ന് പറയുന്ന ഒരു ചെരുപ്പ് കുത്തിയാണ്. ആ നിലകളിൽ എല്ലായിടത്ത് ചെന്നാലും താൻ ഒരു റിജക്റ്റഡ് പേഴ്സൺ ആണ്. എന്നാൽ തൻ്റെ അകത്ത് ആഴമായ ദൈവിക സ്നേഹമുള്ളത് കൊണ്ട് സാൽവേഷൻ ആർമിയുടെ ഓഫീസിൽ താൻ നിരന്തരം വന്ന് തൻ്റെ റിക്വസ്റ്റ് ഇതാ വില്യം ബൂത്തിനെ അറിയിക്കുമായിരുന്നു. എങ്ങനെയും എനിക്ക് ദൈവവേല ചെയ്യണം, എനിക്കതിൻ്റെ ഒരു അവസരം തരണം. നിങ്ങൾക്കറിയാമോ, നിരവധി പ്രാവശ്യം ഓഫീസിൻ്റെ വാതിൽക്ക് വന്ന് ശാമുവൽ ബ്രിങ്കിൾ ഒരു യാചകനെ പോലെ നിന്നതുകൊണ്ട് ശല്യം സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം വില്യം ബൂത്ത് തീരുമാനിച്ചു, ഇവൻ ഒരു ജോലി കൊടുത്താൽ ഇവൻ വിട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ദൈവവേല അത്ര സിമ്പിൾ അല്ലെന്നുള്ള ഇവൻ മനസ്സിലാക്കണം. അങ്ങനെ ഒരു പ്രാവശ്യം ഇതാ
ശമൂവേൽ ബ്രിങ്കിളിനോട് പറഞ്ഞു, ഇതാ ദൈവവേല നിന്റെ ജീവിതത്തിൽ സ്റ്റാർട്ടാകുകയാണ്, നീ വന്ന് നിന്നെ ഞാൻ കാണിച്ചു തരുന്ന ഈ വേലയ്ക്കകത്ത് നീ വിശ്വസ്തനാകാൻ പറഞ്ഞു. ഹല്ലേലൂയ. അവിടുത്തെ സാൽവേഷൻ ആർമിയിൽ പഴയ ഷൂകൾ ഹല്ലേലൂയ സൂക്ഷിക്കുന്ന സ്ഥലവും ഹല്ലേലൂയ അതേപോലെ തന്നെ ആ മുഷിഞ്ഞ ഹല്ലേലൂയ ഷൂ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അവനെ താമസിക്കാനാക്കി. ആ ഷൂ റാക്കറ്റ് ഇരിക്കുന്ന റൂമിൽ തന്നെ ആക്കിയിട്ട് പറഞ്ഞു, ഈ ഷൂ ക്ലീൻ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ഇവിടെ താമസിച്ചു തുടങ്ങുക, ഇതാണ് നിന്റെ ദൈവവേലയുടെ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞു. താനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നെ കേൾക്കുന്നവരെ, ദൈവവേലയ്ക്ക് വേണ്ടി ഒരാൾ അല്ലെങ്കിൽ ദർശനത്തോടെ ഒരാൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ആദ്യം തന്നെ കൊട്ടാരം ലഭിക്കണമെന്നില്ല. ആദ്യം ഹല്ലേലൂയ ഒന്നുമല്ലാത്ത അനുഭവത്തിലായിരിക്കാം ആ ദൈവവേല സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, തന്നെ ഏൽപ്പിച്ചതിനകത്ത് ശമൂവേൽ ബ്രിങ്കിൾ വിശ്വസ്തനായിരുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പമല്ല, തൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ വലിപ്പമല്ല അവിടെ വെളിപ്പെടുന്നത്. നീണ്ട 16 വർഷം ആ ഷൂ ക്ലീൻ ചെയ്തുകൊണ്ട് ആ സ്മെല്ലുള്ള ആ റൂമിനകത്ത് താൻ തൻ്റെ ജീവിതം പ്രാർത്ഥനയോടെ കഴിച്ചു. ഹല്ലേലൂയ. കിട്ടുന്ന സമയമെല്ലാം താൻ പ്രാർത്ഥനയിലായിരുന്നത്. അങ്ങനെ ഹല്ലേലൂയ 16 വർഷങ്ങൾക്ക് ശേഷം ഓരോ വർഷവും സാൽവേഷൻ ആർമി ആനുവൽ കൺവെൻഷൻ നടത്താറുണ്ട്. ആനുവൽ കൺവെൻഷന് വലിയ ദൈവദാസന്മാർ, ലോകമറിഞ്ഞ ദൈവദാസന്മാരാണ് പ്രസംഗിക്കാൻ കടന്നു വരുന്നത്. സ്റ്റേഡിയം ഫുള്ളാകുന്ന രീതിയിൽ 50,000 പേർക്ക് മുകളിലാണ് അവിടെ കൂടി വരുന്നത്. ആ നിലയിൽ ആ നിലയിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന 16 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആനുവൽ കൺവെൻഷന് 7 ദിവസം നിൽക്കുന്ന ഈ മീറ്റിങ്ങിനകത്ത് വലിയ പ്രചരണം, വലിയ നോട്ടീസ്, വലിയ ഹല്ലേലൂയ പബ്ലിക്കായിട്ടുള്ള അനൗൺസ്മെന്റുകളെല്ലാം കഴിഞ്ഞു. മീറ്റിങ്ങുകൾ തുടങ്ങി 5ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് വില്യം ബൂത്തിന് ഒരു അറിയിപ്പ് കിട്ടുകയാണ്. 7ാമത്തെ ദിവസം ഫൈനൽ മീറ്റിംഗ് പ്രസംഗിക്കേണ്ട ദൈവദാസന്റെ ടെലിഗ്രാം. അന്നത്തെ കാലത്ത് ഇതേപോലെ നമുക്ക് ഇന്റർനെറ്റോ മൊബൈലിന്റെ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല. അന്നത്തെ ഏറ്റവും വലിയ അഡ്വാൻസ് ടെക്നോളജി എന്ന് പറയുന്നത് ടെലിഗ്രാമാണ്. ടെലിഗ്രാം അയച്ചിരിക്കുകയാണ്, എൻ്റെ ശാരീരികമായി ഞാൻ വളരെ അസ്വസ്ഥതയിലാണ് നിൽക്കുന്നത്, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ ശാരീരികമായി ഞാൻ അസ്വസ്ഥനായി നിൽക്കുന്നത് കൊണ്ട് ഈ മീറ്റിങ്ങിന് എനിക്ക് വരാൻ കഴിയത്തില്ല, നിങ്ങൾ മറ്റാരെങ്കിലും അതിനുവേണ്ടി തയ്യാറാക്കണം. വില്യം ബൂത്തിന് മുമ്പിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. വില്യം ബൂത്ത് സാൽവേഷൻ ആർമിയുടെ പ്രയർ ഹാളിൽ വന്ന് നെടുമ്പാട് കിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ഇത്രയും പരസ്യം ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് ഇതിൻ്റെ മുമ്പിൽ നടക്കാൻ പോകുന്നത്? വില്യം ബൂത്ത് നിറകണ്ണുകളോടെ മുട്ടുമേലിരുന്ന് ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ശബ്ദം കേൾക്കുകയാണ് ദൈവത്തിൽ നിന്ന്, നീ ഹല്ലേലൂയ ശമൂവേലിനെ വിളിക്കുക. വില്യം ബൂത്ത് അതിശയിച്ചു പോയി. എന്താ ഇത്? ദൈവത്തിൽ നല്ലെന്ന് കരുതിയിട്ട് താൻ വീണ്ടും മിണ്ടാതിരുന്നു. വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം വ്യക്തമായി തന്നോട് 2 പ്രാവശ്യം വീണ്ടും സംസാരിച്ചു. നിന്റെ ഷൂ റാക്കറ്റിൽ ഷൂ ക്ലീൻ ചെയ്യാനിരിക്കുന്ന എൻ്റെ ഭക്തനായ ശമൂവേലിനെയാണ് അവസാന ദിവസം പ്രസംഗിപ്പിക്കേണ്ടത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എന്നെ കേൾക്കുന്നവരെ, വാഗ്ദത്തം ദൈവമാണ് പറഞ്ഞെങ്കിൽ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവത്തിന്റെ ബലമുള്ള കൈകൾക്ക് നീ താണിരിക്കുവാൻ തയ്യാറാകണം. കാരണം എൻ്റെ ദൈവത്തിന്റെ സമയത്തിൽ നീ ഉയർത്തപ്പെട്ടിരിക്കും, നീ മാനിക്കപ്പെട്ടിരിക്കും. വിശ്വസ്തന്മാരെ ഈ കാലത്ത് ദൈവം അന്വേഷിക്കുന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ദൈവം വാക്കുമാറാത്തവനാണ്. ഞാൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനുവേണ്ടി വിശ്വസ്തയോടെ നിൽക്കണം. കാരണം അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഇതാ തൻ്റെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയാൻ, ഞാൻ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം നിങ്ങളുടെ മേലിലേക്ക് അയക്കപ്പെടുകയാണ്. ആയതിനാൽ കേട്ട യെരൂശലേമിൽ തന്നെ വാങ്ങിപ്പോകാതെ അല്ലെങ്കിൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ നിങ്ങൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ വാഗ്ദത്തം കേട്ട സഭ, നിങ്ങൾ വാഗ്ദത്തം കേട്ടെടുത്ത് നിങ്ങൾ വിശ്വസ്തനായിരിക്കുമെങ്കിൽ നിങ്ങളുടെ മേളിൽ അത് പകരപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരാഴ്ച 2 ആഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നു, 3ാമത്തെ ആഴ്ച ഒന്നും കിട്ടിയില്ലെങ്കിൽ പാസ്റ്ററിനെ കുറ്റം പറഞ്ഞ് കടന്നു പോകുന്ന ജനങ്ങളെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വാക്ക് പറഞ്ഞവൻ ദീർഘക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഭക്തന്മാരുടെ മേളിലേക്ക് അത് പകരപ്പെടുകയാണ്. ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ വില്യം ബൂത്തിന്റെ ചെവിയിൽ ദൈവം പറയുകയാണ്, 7ാമത്തെ ദിവസം എൻ്റെ ദാസനായ ശമൂവേൽ ബ്രിങ്കിളാണ് അവിടെ പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞാൽ പിന്നെ വില്യം ബൂത്തിന് മാറാൻ കഴിയത്തില്ലല്ലോ. വില്യം ബൂത്ത് ആ സമയം മുതൽ ചിന്തിക്കുന്നുണ്ട്, 2 പേരോട് സുവിശേഷം പറയാത്ത, 5 പേരുടെ മുമ്പിൽ പ്രസംഗിക്കാത്ത ഈ വ്യക്തി എങ്ങനെയാണ് ഈ വലിയ സ്റ്റേഡിയത്തിൽ നിന്ന് പ്രസംഗിക്കാൻ പോകുന്നത്? എങ്കിലും ദൈവം പറഞ്ഞതുകൊണ്ട് ഇതാ ഷൂ റാക്കറ്റുള്ള ആ റൂമിലേക്ക് വില്യം ബൂത്ത് നടന്നെടുക്കുകയാണ്. താൻ ആ വാതിൽക്കൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കിടക്കുകയാണ്. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇതാ ശമൂവേൽ ബ്രിങ്കിൾ സ്വർഗത്തിലേക്ക് നോക്കി
കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് അവിടുത്തെ കൺവെൻഷനോ അവിടുത്തെ വലിയ വിവരങ്ങളൊന്നും അറിയത്തില്ല. തന്നെ ഏൽപ്പിച്ചതിനകത്ത് വിശ്വസ്തനായി കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ വില്യം ബൂത്ത് ചെന്ന് തന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ശമൂവേലേ, 7ാമത്തെ ദിവസം ഹല്ലേലൂയ നമ്മുടെ ആനുവൽ മീറ്റിങ്ങിന് പ്രസംഗിക്കേണ്ടത് നീയാണെന്ന് ദൈവം പറയുന്നു. ബ്രിങ്കിൾ ഇത് സ്വീകരിക്കത്തില്ല എന്നുള്ള ഉറപ്പോടെയാണ് വില്യം ബൂത്ത് അടുത്ത് ചെല്ലുന്നത്. വില്യം ബൂത്തിന് ഒരു ഭയങ്കര ചിന്തയുണ്ട്, ഇവൻ ഇത് സ്വീകരിക്കത്തില്ല, ഇവൻ ദൈവത്തെ തെള്ളി പറയുമെന്നുള്ളത്. പക്ഷേ ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് ശമൂവേൽ ബ്രിങ്കിൾ എഴുന്നേറ്റ് നിന്ന് പറയാണ്, യെസ് സാർ, ഞാനത് ചെയ്യാം, എൻ്റെ ദൈവം വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ കരയുന്ന നിന്നോട് എനിക്ക് പറയാനുണ്ട്, എൻ്റെ ദൈവം നിന്നെ വിട്ട് മാറത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കൂടുതൽ നേരവും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്ന ശമൂവേൽ ബ്രിങ്കിളിന് നല്ലൊരു ഡ്രസ്സില്ല കേട്ടോ, ഇടാൻ നല്ലൊരു ഷൂ ഇല്ല. കാരണം 7ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഡ്രസ്സോടെ ഏറ്റവും നല്ല ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് അവിടെ ചെല്ലി നിൽക്കേണ്ടത്. തനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു വസ്ത്രം വാങ്ങിക്കാനോ ഒരു നല്ല ഷൂ ഒന്നും ഇടാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ താൻ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ വീണ്ടും നിൽക്കുകയാണ്. ശമൂവേൽ ബ്രിങ്കിൾ ഹല്ലേലൂയ അവിടെ കിടക്കുന്ന പഴയ ഒരു വസ്ത്രം ഹല്ലേലൂയ മുന്നേ ഇട്ടിരുന്ന ദൈവദാസന്മാരുടെ ഒരു ലോഹ പോലുള്ള ഒരു കോട്ട് ഇട്ട് മുറുക്കി. കാരണം താൻ ഉപവാസത്തോടൊക്കെ ആയിരുന്നത് കൊണ്ട് തനിക്കൊന്നും ചേരുന്നില്ല. ഹല്ലേലൂയ താൻ വളരെ സ്കെൽറ്റായി മെല്ലിച്ചാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ആ പഴയ ഒരു ഷൂ ഇട്ട് മുറുക്കിക്കൊണ്ട് 7ാമത്തെ ദിവസം സ്റ്റേഡിയത്തിലേക്ക് നടക്കുകയാണ്. വില്യം ബൂത്ത് മുംബൈ പോകുന്നു, താൻ പുറകെ ചെല്ലുകയാണ്. എന്നെ കേൾക്കുന്നവരെ, സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. 7ാമത്തെ അവസാനത്തെ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി വില്യം ബൂത്ത് മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, 7ാമത്തെ ദിവസം നമ്മുടെ നടുവിലേക്ക് കടന്നു വരേണ്ട ദൈവദാസന് സാഹചര്യങ്ങൾ മൂലം കടന്നു വരാൻ കഴിയുന്നില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ശമൂവേൽ ബ്രിങ്കിളാണ് നമ്മുടെ നടുവിൽ 7ാമത്തെ ദിവസം പ്രസംഗിക്കുന്നത്. ജനമെല്ലാം ആരവത്തോടെ കരമടിച്ചു. ഹല്ലേലൂയ. അടുത്തത് സ്റ്റേജിലേക്ക് ശമൂവേൽ ബ്രിങ്കിളിനെ വില്യം ബൂത്ത് ക്ഷണിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ശമൂവേൽ ബ്രിങ്കിളിന്റെ ആ ക്ഷണത്തിൽ വില്യം ബൂത്ത് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ഇവൻ മൈക്ക് പിടിച്ച് പ്രസംഗിക്കാൻ അറിയാവുന്ന അറിയത്തില്ല. പക്ഷേ മൈക്ക് പിടിച്ചുകൊണ്ട് ശമൂവേൽ ബ്രിങ്കിൾ എല്ലാ ജനത്തെയും നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ചില മിനിറ്റുകളൊന്ന് കണ്ണടയ്ക്കാം, വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്നവരെ, ആ പ്രാർത്ഥന തുടങ്ങി ചില മിനിറ്റുകൾ കഴിഞ്ഞ് ശമൂവേൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ എഴുന്നേറ്റ് നിൽക്കുന്ന ജനത്തെ ഒന്നും കാണുന്നില്ല. തൻ്റെ അകത്തൊരു വലിയ സന്ദേഹം വെളിപ്പെട്ടു, തൻ്റെ അകത്ത് ഒരു വേദന വെളിപ്പെട്ടു. തൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടാതെ തന്നെ ആരും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനമെല്ലാം വിട്ടുപോയെന്നാണ് ചിന്തിച്ചത്. പക്ഷേ താൻ ഒന്നുകൂടെ ഒന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ കസേരകൾ വിട്ട് 50,000-ന് മുകളിൽ നിൽക്കുന്ന ജനം സ്റ്റേഡിയത്തിൽ നിലമ്പാട് കിടന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, എൻ്റെ ദൈവം രഹസ്യത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ളവന് പരസ്യമായി ഒത്തിരി പ്രസംഗിക്കേണ്ടി വരത്തില്ല. ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്രസംഗ മത്സരമോ പ്രസംഗ സൗന്ദര്യമോ അല്ല ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ അടയാളം എന്ന് പറയുന്നത്. അവൻ കരമുയർത്തിപ്പിടിച്ചാൽ, അവൻ ചില വേടുകൾ പറഞ്ഞാൽ ആകാശമേഘങ്ങൾ കറുക്കും, വൻമഴയ്ക്കുള്ള സാധ്യതകൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. താനിതാ സ്റ്റേജിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ഥാപകൻ വില്യം ബൂത്ത് നിലവിളിച്ച് സ്റ്റേജിൽ കിടക്കുകയാണ്. കാരണം ഹല്ലേലൂയ അവൻ ആ പറഞ്ഞതിനകത്ത് ദൈവശക്തിയും ദൈവസാന്നിധ്യം വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വാഗ്ദത്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ദൈവികമായ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരികയാണ്. ഈ സമയത്ത് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, നിങ്ങൾക്കറിയാമോ, ആ മീറ്റിംഗ് സാൽവേഷൻ ആർമിയുടെ ഉണർവായി തീർന്നു. അന്നു മുതൽ ഹല്ലേലൂയ വില്യം ബൂത്തിന് മനസ്സിലായി, പ്രാർത്ഥനാ മനുഷ്യനായ ശമൂവേൽ ബ്രിങ്കിളാണ് അടുത്ത നിരയിൽ ഉപയോഗിക്കപ്പെടാൻ പോകുന്നത്. അന്നു മുതൽ സാൽവേഷൻ ആർമി കണ്ടു വില്യം ബൂത്തിന് ശേഷം ഒരു ഉണർവ് ചലിപ്പിക്കുന്ന വ്യക്തിയെ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവസന്നിധിയിൽ വർഷങ്ങൾ ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി, ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവികമായ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും ഉപയോഗിക്കപ്പെടാതെ പോയിട്ടില്ല, ദൈവപ്രവൃത്തി കാണാതെ പോയിട്ടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ മിനിറ്റുകൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ അടയ്ക്കണം. വാഗ്ദത്തത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? 3 കാര്യങ്ങൾ. ഉത്സാഹം നഷ്ടപ്പെടരുത്, കാരണം നമ്മുടെ ദൈവം മറക്കുന്നവനല്ല. 2, ഹല്ലേലൂയ, നിങ്ങൾ ഒരേപോലെ വിശ്വാസം ചലിപ്പിക്കുന്നവരായി തീരണം. 3, ഹല്ലേലൂയ, നിങ്ങൾ ദീർഘക്ഷമയോടെ അത് പ്രാപിക്കാൻ തയ്യാറാകണം. കാരണം വാഗ്ദത്തം പറഞ്ഞ ദൈവം വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. ഞാൻ ആ കുറിവാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ഈ സമയത്ത് വീണ്ടും ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ഒറ്റ വാക്ക്. ഹല്ലേലൂയ. നിലനിൽക്കുന്ന 3 വാഗ്ദത്തങ്ങളുണ്ട്. ഈ ഭൂമിക്ക് ശേഷവും വെളിപ്പെട്ട് നിൽക്കുന്ന 3 വാഗ്ദത്തങ്ങൾ. 1, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നിത്യത കൊണ്ടുപോകുന്നത്. 2, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രത്യക്ഷത. 3, നിത്യജീവൻ.
ഇത് മൂന്നും നിങ്ങൾ മറക്കരുത്. എൻ്റെ സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒതുക്കുന്നത്. അറിയാം, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനല്ലോ. കഴിഞ്ഞ 72 മണിക്കൂർ ഫാസ്റ്റിംഗ് പ്രയറിലെ പാസ്റ്റർ എനിക്ക് ദൂത് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലത വരുത്തുമെന്ന്. ദൈവകൃപയാൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു കൊച്ചു കട ഓപ്പൺ ആവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പാസ്റ്റർ അന്ന് തന്നെ പറഞ്ഞിരുന്നു 2 കടയും 9 സ്റ്റാഫും വരുമെന്നാണ് പറഞ്ഞത്. നിലവിൽ ഒരു കടയിൽ ഞങ്ങൾ 5 പേര് വർക്ക് ചെയ്തിട്ടും പറ്റുന്നില്ല. അടുത്ത കടയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇനി 2 സ്റ്റാഫ് കൂടെ വരാൻ സാധ്യതയുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലിട്ട് മൂവ് ചെയ്യാണ്. 6 ദിവസമേ ആയിട്ടുള്ളൂ. ദേവദാസിൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും സഭയുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് എപ്പോഴും വേണം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. അപ്പോൾ 72 മണിക്കൂറിൽ നമുക്ക് കിട്ടിയ ദൂത് അതുപോലെ തന്നെ നടക്കുന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും നിങ്ങൾക്കറിയാം, ഒട്ടും വയ്യാതിരുന്ന ഞാൻ മൊത്ത കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അത് നിങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. അമ്മയൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നു. അതുപോലെ തന്നെ എൻ്റെ മോൻ സ്നാനപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, ഇന്ന് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും തുടരണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി ഇപ്പോൾ ഇവരുടെ മേളിൽ വെളിപ്പെട്ടതിനായി നന്ദി. ഇവരുടെ മേളിൽ ഉണർവ് ചലിക്കുകയാണ്. ഇവർ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ദൈവത്തിൻ്റെ കരം കാണട്ടെ. ഇവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണട്ടെ. വാക്ക് പറഞ്ഞ ദൈവം വാക്കുമാറാതെ ഇവരെ കരം പിടിക്കുന്നതിനായി നന്ദി. ഇവരുടെ മുമ്പിലെ ചെങ്കടൽ 2 ആകട്ടെ. ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന എരിഹോ മതിൽ വീഴട്ടെ. ഇവരുടെ മുമ്പിൽ ഗോലിയാത്തിനെ പോലെ വെല്ലുവിളിക്കുന്ന ശക്തികൾ അവസാനിക്കട്ടെ. ഞാൻ അത്ഭുതമായി വിശ്വസിക്കുന്നു. ദൂതന്മാർ ഈ മിനിറ്റിൽ ഈ മക്കൾക്ക് വേണ്ടി ചലിച്ചു കഴിഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ദൈവപ്രവൃത്തി നടക്കും. എങ്കിൽ കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.